ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഈനോ ആണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് മതി. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം മിക്സിയിൽ. അപ്പം നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം മിക്സിയിൽ. ഇപ്പോൾ ഇതേണ്ട നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതേണ്ട ആ ചോക്ലേറ്റ് അത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അതിൻ്റെ അകത്ത് ആ ക്രീമിൻ്റെ വെള്ള കാണാൻ പാടില്ല. ഇതുപോലെ നല്ല ചോക്ലേറ്റിൻ്റെ കളറാവുന്ന ഇതുപോലെയും ഇതുപോലെ നല്ല സ്മൂത്തായി വരുന്നിടം വരെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്ത്. അപ്പോൾ ഈ പാൻ്റെ അകത്ത് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ തൂക്കണം. നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക, സൈഡിലും സെൻറ്ററിലും എല്ലാം. എണ്ണ തേണ്ട നന്നായിട്ട് ഞാൻ തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പുറത്തോട്ടും ഇച്ചിരി നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഓയിലല്ലെന്നുണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ഏതാ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ്ചർ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിട്ടിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഒരേപോലെ. ലെവലാവും. അപ്പം ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആൽമണ്ട് ഫ്ലേക്സ് ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ടോ കാഷ്യൂവോ പിസ്തായോ ഒക്കെ യൂസ് ചെയ്യാം. ചോക്കോ ചിപ്സ് വേണേലും ഇടാം. ഞാൻ ഇച്ചിരി ചോക്കോ ചിപ്സും കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനം ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഗ്യാസിൽ. അപ്പോൾ ഇത് ഞാൻ അടയ്ക്കുവാണ്. ശേഷം ഇവിടെ ഒരു ഹോൾ വേണം ചില പാത്രത്തിന്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് അടച്ചാൽ മതി. കാരണം ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഗ്യാസിൽ. ലോ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ
തീയിൽ വേണം വെക്കാൻ. എന്നിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ വേണം ഇത് ബേക്കായി വരാൻ. അപ്പം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം നോക്കിക്കണം. ഈ ഒരു ഫ്ലെയിമേ ഇതിൽ കുറച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഈ ഒരു ഫ്ലെയിമിൽ ഇത് 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ 45 മുതൽ 50 മിനിറ്റിനിടയ്ക്ക് ഒരു കാരണവശാലും ഇത് തുറന്ന് നോക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത്. അതിന് ശേഷമേ ഇത് തുറന്ന് നമ്മൾ ബേക്ക് ആയതെന്ന് നോക്കാവുള്ളൂ. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഈ അടപ്പെടുക്കുമ്പോൾ ആ അടപ്പിലെ വെള്ളം, ആവി വെള്ളം അതിൽ വീഴാതിരിക്കാൻ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇതുകൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുമ്പം നമുക്കറിയാൻ പറ്റും അതിലൊന്നും തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാൻ പറ്റും കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേന്ന് നമ്മുടെ കേക്ക്, ചോക്ലേറ്റ് കേക്ക് നല്ല തണുത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ എടുക്കുക. സൂക്ഷിക്കണം, എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ അതിൻ്റെ അടപ്പിലോട്ട് തന്നെ അതിനെ എടുത്ത് വെച്ചു, പൊട്ടിപ്പോകാതെ. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊരു പ്ലേറ്റ് വെച്ച് അതിനുശേഷം ഇതിങ്ങനെ കമത്തി കൊടുത്താൽ മതി. വേണ്ടേ, ഇതിപ്പം മോൾഡ് ചെയ്തെടുക്കാൻ അറിയാൻ വേണ്ടവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തന്നെ. വളരെ ഈസിയാണ്. ഇത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇതിലോട്ട് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാനുള്ള പാത്രം എടുത്തതിന് ശേഷം സെയിം അതേ പ്രൊസീജിയർ വെക്കുക. അതിനുശേഷം പതിയെ കമത്തി കൊടുക്കുക. അപ്പോൾ വേണ്ട നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വേണ്ട നമ്മൾ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് എടുക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ സോഫ്റ്റായിട്ട് സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേ ഒരു ഇതിൽ കിട്ടണം. നല്ല സോഫ്റ്റ് കേക്കാണിത്. നമ്മുടെ ഓറിയോ കേക്ക് നമുക്ക് ട്രൈ ചെയ്യാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓവനില്ലാതെ ചോക്ലേറ്റ് കേക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും നമുക്ക് കാണാം.